നമ്മുടെ അതിഥികളെത്തി. പോ. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി കഴിച്ചു. വാ സുഖല്ലേ മാവേലി? അതെ, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ നിനക്ക്? നമ്മൾ ഈ പരിപാടിയോടുകൂടി ഒരു ബ്രാൻഡായിട്ട് മാറണം, മനസ്സിലായല്ലോ? അടുത്ത സീസൺ 2 അടിച്ചു കയറി വായിൽ വിജയം ഉണ്ടാവാൻ പാടില്ല, അവൻ അടിച്ചു കളയണം. പാവാ, പക്ഷെ നമ്മൾ ഒരുമിച്ചിട്ട് ബ്രാൻഡായിട്ട് മാറുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. അതായത് നീ ഇനി ഷോയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിക്കണം, അതുപോലെ ഞാനും പരിപാടിക്ക് പോകുമ്പോൾ നിന്നെ വിളിക്കും. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, മനസ്സിലായില്ലേ? വിജയ് നമുക്ക് ഒഴിവാക്കണം. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊരു ഐഡിയ ഉണ്ട്. മുട്ടയിൽ കൂടോത്രം ചെയ്യണ്ട. അവന്റെ മുട്ട ബോക്സിൽ നിന്ന് മുട്ട എടുത്താൽ മതി. മുട്ട കിട്ടാത്തതിന്റെ വിഷമത്തിൽ അവൻ പൊക്കോളും. ഫുഡിന്റെ കാര്യത്തിലൊക്കെ അതായിട്ടില്ലെങ്കിൽ വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഐഡിയ കൂടെ ഉണ്ട്. തലയിൽ ഒരു കുടുമിയില്ലേ, അതങ്ങ് മുറിച്ചാണ്. ഒരു സംശയമില്ല, അത് വളർന്നു വരാൻ വീട്ടിന്റെ വെളി ഇറങ്ങത്തി. കുടുമിയില്ലാതെ ഒരു ഷോ അവന്റെ ഇല്ല. സെറ്റ്. അതോ കൊട്ടേഷൻ കൊടുക്കണോ? അതിനൊന്നും ആവശ്യമില്ല, നൈസായിട്ട് തട്ടിക്കളയാന്ന്. അതെല്ലേ, അവല് കൂടെ നിക്കണേ. ഓടി ആരും എത്തിയിട്ടില്ല, നമ്മള് നേരത്തെ. ഞാനും ഉണ്ട്. എല്ലാരും അറിയില്ല, വെരി ലേറ്റ്, വെരി ഹലോ, എക്സ്ക്യൂസ് മീ, ഒരു ജിംനേഷ്യം നിറയെ ആൾക്കാർ. ഹലോ, എന്താണ്? എവിടെയാ പരിപാടി? നമ്മളൊന്ന് വാമപ്പ് ചെയ്തോട്ടെ. ആയിക്കോട്ടെ, ഇങ്ങനെ നീ വർക്കൗട്ട് ചെയ്താൽ നിന്റെ ഒരു 3 കിലോ കുറയോടാ. ഹലോ, ഫുൾ പച്ചയിലാണല്ലോ. ഹലോ, ഒരു മിനിറ്റ്, ബാക്കി എല്ലാരും ഓക്കെ. ജോൺ ചേട്ടൻ മാത്രം കലിപ്പ. ജോൺ ചേട്ടൻ, സമയം തേടാ. സമയം ചേട്ടന്റെ സമയം നല്ലതാണെന്ന് ഹരി പത്തനവരും പറഞ്ഞല്ലോ. സമയം ചേട്ടാ കുറച്ച് ലേറ്റ് ആയി. ആരെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ സമയത്തോടെ? നിന്നോട് ഞാൻ ഇതാ പറഞ്ഞു ഇന്നലെ ഷട്ടൈൻ ചെയ്ത് വെക്കണോന്ന്. ഞങ്ങളൊക്കെ എത്ര നേരമായിട്ട് വന്ന് നിൽക്കാറ്? ഗുണ്ടാഗിരി മോഡാണോ? ഓഫ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ തമാശ പറയല്ലേ. ആ പഴയ ജോൺ ചേട്ടൻ മറ്റേ ഇങ്ങനെ വേവ്സ് ഒക്കെ ചെയ്യുന്ന, മറ്റേ സൂപ്പർ ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന ഇങ്ങനെ ചെയ്. ഞാൻ ഭയങ്കര ഫാൻ ആയിരുന്നു കേട്ടോ അന്നൊക്കെ. കൈയടിച്ചു ല്ലേ ഞങ്ങളുടെ കന്നി അംഗ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പൊക്കി തരണേ. കേട്ടോ, ഗുണ്ടെങ്കിൽ മണ്ടരാണ്, വിശ്വസിച്ചു. എല്ലാ സൂര്യ TV പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഒരു 1.5 ഓണം co-powered by സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് മിൽമ കേർഡ്. അപ്പൊ സൂര്യ TV പ്രേക്ഷകർക്കൊപ്പം ഈ ഓണം ആഘോഷിക്കാൻ ഇതാ ഞങ്ങളും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, സിബിനുണ്ട്, നമ്മളോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിനോടൊപ്പം സൂര്യ TVയുടെ സീരിയൽ കുടുംബവും നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പച്ച പിടിച്ചിരിക്കുകയാണല്ലോ രണ്ടുപേരും. പച്ച പിടിക്കുക തീർച്ചയായും. കന്യാദാനം 1400 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ 1400 എപ്പിസോഡ് കഴിഞ്ഞു. അത് പറഞ്ഞപ്പോ ഇവിടെ ഒരു സാധനം തെറിച്ചുപോയി, അതിന്റെ ആപ്പിളി. അപ്പൊ നമ്മളൊന്ന് പച്ച പിടിച്ചു. അടിപൊളി. മാംഗല്യം തന്തുനാനേ നാനാടാ, എപ്പൊ പറഞ്ഞാലും തെറ്റിപ്പോണ സാധനം. കുത്തിട്ട് അവിടെ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. വില്ലത്തിയാണ് റൂബി. എന്തോ എന്റെ ഗുണ്ടാഗിരി കണ്ടില്ലേ? കോൺസ്റ്റബിൾ മഞ്ജു. ഒരു മിനിറ്റ്, ആ കഥയിലെല്ലാം ഗുണ്ടകളാണോ? അല്ല, ഈ സൈഡ് മൊത്തം ഗുണ്ടകളാ. ആണല്ലേ? ഓക്കെ, 2 സീരിയലുകാരെ കിട്ടി. ഇപ്പുറത്ത് എന്താ പരിപാടി? ഇത് ഞാൻ ഫൺ ബേബി ഫൺ. അപ്പൊ ലവനോ? അത് നീയാ പറയണ്ടേ. കർക്കിടകം വരെ ഒരുമിച്ച് കുരച്ചോണ്ട് നടന്നിട്ട് ചിങ്ങത്തിൽ പെണ്ണ് കിട്ടിയപ്പോ നിന്നെ ഒഴിവാക്കാനാണല്ലോ ഈ പരിപാടിയുടെ സെറ്റപ്പ്. ആര്യക്ക് അതിനുള്ള എനർജി ഇല്ലെന്ന് എനിക്കറിയാം. സീസൺ 2 ശരിയാക്കി തരാം. ജിം സെറ്റപ്പ് എന്താ ബാക്കിൽ? സെറ്റപ്പ് നമ്മുടെ മാവേലിയുടെ വയറ് കുറക്കാന്ന് ഞാൻ. നമ്മള് കുറെ ഗെയിമൊക്കെ ഉണ്ട് പറഞ്ഞോട് നമ്മളൊന്ന് വാമപ്പൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ജിം എക്യുപ്മെന്റ്സിലുള്ള വാമ്പ് നമുക്ക് വേണ്ട. നമുക്കൊരു പാട്ടിട്ട് കൊടുത്ത് അവർ ഡാൻസ് കളിച്ച് പിടിക്കട്ടെ. എല്ലാ പ്രശ്നവും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാമ്പെന്നൊക്കെ പറഞ്ഞിട്ടേ ഈ പഴയ പാലാപ്പള്ളി പാട്ടൊന്നാണെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ. പാലാപ്പള്ളിയൊക്കെ മാറ്റി അറിഞ്ഞില്ലേ? ഞങ്ങൾ അന്യത്തിനെ കൊണ്ട് മ്യൂസിക് ചെയ്ത് ഒരു പുതിയ പാട്ട് ഇറക്കിയിട്ടുണ്ട്. എന്റെ പിള്ളേർ ഡാൻസ് കളിക്കട്ടെ.
ആവശ്യത്തിന് എല്ലാരും വാമപ്പായി കഴിഞ്ഞല്ലോ അല്ലേ? മാമപ്പായ ആയി 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 നല്ലോണായി. ജിഷിന് ആരെങ്കിലും ഒരു ഉപ്പിട്ട് നാരായണങ്ങൾ കൊടുക്കുക. കുറച്ച് പഞ്ചസാര കിട്ടും. അല്ല അത് പറഞ്ഞപ്പോഴാണേ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. താൻ ഇവിടെ കിടന്ന് പഞ്ചാര അടിക്കുന്നുള്ളൂ. തന്റെ ഭാര്യ അല്ലല്ലോ. അല്ല അല്ല അതെ അതെ ഞങ്ങളുടെ ഒരു സാധനം ഇവിടെ കാണാതായി പോയി. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ വിനയൻ അവിടെ നിൽക്കുന്നു. പിന്നെ നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെ നീ നിന്റെ സ്വന്തം ചേട്ടത്തി ആയിക്കോട്ടെ. എടാ കുണ്ടേ കുണ്ടേ അല്ല തീട്ടവനെ ഭാര്യ ഗർഭിണിയാണ്. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്താ നിന്നെ ഗർഭിണിയാക്കാത്തെന്ന്. വേണ്ട വേണ്ട വേണ്ട. അല്ല അവക്ക് ഞാൻ ഉദ്ദേശിച്ചത് നീ എന്താ ഉദ്ദേശിച്ചത്? നീ എന്താ ഉദ്ദേശിച്ചേ? അവക്ക് ഈ ഡാൻസ് കളിക്കാൻ വയ്യ, അതുകൊണ്ട് അവിടെ ബെഡ് റെസ്റ്റില്ല കൊള്ളാടാ കൊള്ളാം. നീ സൂപ്പർ, നീ അടിപൊളി. എല്ലാവർക്കും നീ ഇവനെ ഇവിടെ കുറിച്ചൊരു ഒന്നും ധാരണ ഉണ്ടല്ലോ. നിൽക്കേണ്ടവനല്ല. അപ്പൊ നമുക്ക് ഗെയിംസിലേക്കൊക്കെ കടക്കാം. ഞങ്ങള് കുറച്ച് ഗുണ്ടകളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ടഫ് ഗെയിംസ് ഒന്നും പറ്റത്തില്ല. ഓ, ആണോ? പറ്റില്ല. അപ്പൊ സാധാരണ ഈ ഗുണ്ടകളൊക്കെ എങ്ങനെയാ പോയി അങ്ങനെ തലോടുകയാണോ ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങൾ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുള്ളൂ. അത് മാത്രമേ വിളിക്കുമ്പോ കണ്ടപ്പടി കൊണ്ട് മേലനങ്ങി ഒരു പരിപാടി നടക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. സൂപ്പർ. നന്മ നിറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റേ രണ്ടും ഗുണ്ടയല്ലേ. നിന്റെ ശരിക്കുള്ള സ്വഭാവം നീ എന്നെ കൊണ്ട് പറയാൻ ആണുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. അവര് ക്യാമറയെ മാത്രം ഗുണ്ട. ഈ ക്യാമറ ഓഫ് ചെയ്താലും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പൂക്കളം ഇടുന്നത് വലിയ ടഫ് പരിപാടിയാണോ? അല്ല, അല്ല, അല്ല. അപ്പൊ ഓണമായതുകൊണ്ട് ഐശ്വര്യമായിട്ട് പൂക്കളം ഇട്ട് തുടങ്ങാം. അത്രേ ഉള്ളൂ. Ready? അതായത് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. പറയാ ഇത് നമ്മള് പരിപാടി തുടങ്ങിയിട്ടില്ല. തുടങ്ങിയാലേ നമുക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഒക്കെ തരും. തമ്പുരാനെ സമയം തരാട്ടോ. ആര് ചേച്ചി ഇതിനകത്ത് എന്താ ഇരിക്കുന്നേ? ഞങ്ങളുടെ ആദ്യത്തെ ഓണം ആഘോഷിക്കാൻ നിങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അങ്ങനെ അങ്ങനെ ചെറിയ രീതി ചെയ്യോ? ഒന്നും നോക്കിയില്ല, കാശങ്ങ് വാരി എറിയാ. അതെ. നിങ്ങളെ ഓണക്കൈ നീട്ടാ. കല്യാണം നടത്താൻ എടുത്ത ലോണിന്റെ ബാക്കി കുറച്ചുണ്ടായി. ആ പൈസ എടുത്ത് ഞങ്ങളിത് ഇഷ്ടം പോലെ സ്വർണ്ണം സാധാരണ കാണുന്നത് പോലെ മത്സരം കഴിഞ്ഞുള്ള സമ്മാനം കൊടുക്കുന്ന പരിപാടിയുള്ള ഗായ്സ്. മത്സരത്തിന് മുന്നേ ഓ മൈ ഗോഡ്, ലോട്ട് ഓഫ് സ്വർണ്ണക്കിഴികൾ. നല്ല പരിചയമുള്ള സ്വർണ്ണക്കിഴികൾ. ഒന്നും നോക്കണ്ട, ഒരാൾക്ക് നമുക്ക് ഒരു 4 എണ്ണം വെച്ച് കൊടുത്താൽ. വാരി എറി. ആരോ കുറിച്ചൊര തലക്കുറി തിരുത്തിടാം, ഓണം വൈബോണം പൊളിച്ചടുക്കാം, ആരും കാണാത്ത നിറങ്ങളിൽ നിരന്നിടാം, തിത്തേ തൃത്താപ്പൂ പറിച്ചെടുക്കാം. നമ്മള് അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നതല്ല, പക്ഷെ ഇത് ചിലപ്പോ ഞങ്ങൾ റിട്ടേൺസും എടുക്കും. അതായത് ഓരോ മത്സരം അല്ല കഴിയുമ്പോൾ നമ്മള് ഗെയിമിൽ എവിടെയോ ഒരു അടിച്ചു കയറി വാ മണക്കും. വിൻ ചെയ്യുമ്പോ തരില്ല. ഓരോ മത്സരത്തിൽ നിങ്ങൾ തോക്കുമ്പോൾ ഇത് തിരിച്ച് തന്നോണ്ടേ ഇരിക്കണം. തന്നപ്പോഴേ വിചാരിച്ചു അല്ല വിൻ ചെയ്യുമ്പോ തരും, വേറെ ടീം വിൻ ചെയ്യുമ്പോ ഇത് നിങ്ങൾ ഞങ്ങൾക്ക് തരും. ആദ്യത്തെ മത്സരം ഓണം ആയതുകൊണ്ട് നമ്മുടെ പൂക്കളം മത്സരം. അപ്പൊ ഒരു 1.5 ഓണത്തിന്റെ ആദ്യത്തെ മത്സരം പൂക്കളം. അതെ, ഈ പൂവൊക്കെ വാരി എടുത്തോണ്ട് കാര്യമില്ല, അതുകൊണ്ട് അത്ര ഇടണം കേട്ടോ. പിന്നെ എടാ, ഇവിടെ നീ എന്തുവാടാ അടുപ്പത്തിക്കാൻ പോണല്ലേ? മാറിപ്പോയി, അർത്ഥിട്ടത് കളത്തിന്റെ പുറത്തായി പോയി. ഇവിടെ ഇതിനകത്താണ് അത്തിടണ്ട, പുറത്തല്ല. ഒരു സമാധാന അന്തരീക്ഷം കറക്റ്റ്, അതാണ് ഞാൻ പറയാനുണ്ട്. പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഇതൊരു സുഖമില്ല. അതായത് ഭയങ്കര എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് അത്തവിടുന്നതേ. അതല്ല നമുക്ക് വേണ്ടത്. അതെ, നമുക്ക് ഇവരെ തമ്മിൽ അടുപ്പിച്ച് തെറിപ്പിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ഇംപ്രവൈസ് ചെയ്താലോ? ട്വിസ്റ്റ്. ഹലോ മാവലി. ഹലോ ഗായ്സ്, സ്റ്റോപ്പ് പ്ലീസ്. എല്ലാരും ഒന്ന് നിർത്തോ? ഓ, അവിടെ പകുതി അർത്ഥം കഴിഞ്ഞു. വെരി ഗുഡ്. കൈയ്യടി, നല്ലൊരു കൈയ്യടി. അവിടെ അതെല്ലാരും ഈ എടുത്ത പൂവ് കൊണ്ട് തിരിച്ചിട്ട്. ഇതാണ് മത്സരം. മത്സരം ഇങ്ങനെയാണ്. ഇത് ഈ മത്സരത്തിലെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ എടുത്ത പൂക്കൾ എല്ലാം തിരിച്ചിടുക. അതാണ്. പോലും വെറുതെ കൊച്ചെ എല്ലാം എടുക്കണോന്ന്. അത് മഞ്ഞ തന്നെയാണ്. മഞ്ഞയിലിടണം. ഇതിപ്പോ മഞ്ഞയിൽ ഓറഞ്ചായി, ഓറഞ്ചിൽ മഞ്ഞയായി. അമ്പടി ചേച്ചി. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ചേച്ചി. നമ്മളുടെ റോസ മാത്രം എടുത്തു. പക്ഷെ ഞാൻ പോയി ചെവിയില് പൂ വെക്കേണ്ട അവസ്ഥ. ചെവിയില് ചെമ്പരത്തിയാണ് നിനക്ക് ചേരുന്നത്, ഞാൻ വെള്ളം ജമ്മന്തി അല്ല. തിരിച്ചിട്. തിരിച്ചിടളിയാ. കുറച്ച് ആക്രാന്തം കൂടി പോയി. നിനക്ക് ആശംസകൾ നേരുന്നു. ഒരു 6 മാസം കഴിഞ്ഞ് നീ ശരിക്കും വെക്കേണ്ടി വരും. നിങ്ങളിവിടെ നിനക്ക് ഒരു ഐറ്റം കൂടെ കൊണ്ടുവരുന്നുണ്ട്, എന്നാലേ ഈ മത്സരം കംപ്ലീറ്റ് ആവും. ബേബി കം ഓൺ. ഹലോ, എനിക്ക് ഈ സ്വർണം മുഴുവൻ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് എന്റെ മോളെ കെട്ടിക്കാൻ. നിങ്ങളെ സ്വർണം മുഴുവൻ ഞാൻ ഇന്ന് കൊണ്ടുപോകും. സിമ്പിൾ സിമ്പിൾ. വടംവലി. മിടുക്കി. അതെ, പൂക്കളം കൊണ്ട് നടക്കു വെച്ചിട്ട് വടംവലി കളിക്കണം അല്ലേ നമുക്ക്? ഇത് വടമല്ലല്ലോ. പറഞ്ഞ കറക്റ്റാ. ഓണമായിട്ട് ഇനിയിപ്പോ നമ്മള് വടംവലി നടത്തിയില്ല എന്ന് വേണ്ട, വടംവലി പ്ലസ് പൂക്കള മത്സരം. അത് വെറൈറ്റി ആണല്ലോ. വെറൈറ്റി അല്ലേ? അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളെല്ലാം കൂടെ ഇന്ന് വടം വലിക്കാം, ഇവര് പൂക്കളിട്ടോട്ടെ അല്ലേ? നീ അപ്പുറത്തെ ഗ്രൗണ്ടിൽ പോയി വടം വലിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഞങ്ങൾ പറയും നിയമങ്ങൾ. വല്ലാത്ത വെറൈറ്റി. നിങ്ങൾ അടുത്ത സീസണിൽ ചെയ്താൽ മതി. നീ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഷോയിനെ കളിയാക്കുന്നുണ്ട്. ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്. നിനക്ക് വീട്ടിൽ പോട്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ വീട്ടിൽ പോയ കാലിൽ വീടാ വേറെ മോടാ.
അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെല്ലാവരെയും ഇതിൽ ബന്ധിക്കും. അതെ, നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞ ആണുങ്ങൾ കേട്ടോ. നിങ്ങൾ വടം വലിച്ചുകൊണ്ട് ഈ നടുക്കിരിക്കുന്ന പൂക്കൾ എടുക്കുക. ഒരു കയ്യിൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. ഒരു കയ്യിൽ നിങ്ങൾക്ക് എത്ര പൂക്കൾ എടുക്കാൻ പറ്റുമോ അത്രയും പൂക്കൾ എടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പൂക്കളത്തിന്റെ ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. നിങ്ങളുടെ ടീം പാർട്ട്ണറിനെ ഇത് ഏൽപ്പിക്കുന്നു. അവരത് ആ വട്ടിയിൽ സ്വീകരിക്കുന്നു. അവരവിടെ അത്തപ്പൂക്കൾ എടുക്കും. ഇതില് നല്ല മേക്കാട് പണിക്ക് പോകുന്നതാണ്. അവിടെ പോയി വേർക്കൂടാ. അവിടെ പോയി വേർക്കും. എന്നാ നമുക്ക് ഇവരെ ബന്ധിപ്പിച്ചാലോ? ബന്ധിപ്പിക്കാം. ബന്ധനം എങ്ങനെയുണ്ട് ഗായ്സ്? ബന്ധനമൊക്കെ കൊള്ളാം. നീ ഒരു കാര്യം ആലോചിക്കണം. ഒരു പാണ്ടി ലോറി, ഒരു ടിപ്പർ ലോറി, ഇവിടെ ഒരു ഓട്ടോറിക്ഷ. ഇതൊക്കെ എന്ത്? എവിടത്തെ ന്യായം? ഓട്ടോറിക്ഷയാണ് റോഡിലെ രാജാക്കന്മാര്. വല്ലപ്പോഴും ഇറങ്ങി ഇവൻ ഒരു കാലത്ത് ടിപ്പർ ലോറി ആയിരുന്നു. ഷെഡിൽ കയറിയെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെടക്കണം മസിലൊക്കെ എടുത്ത് പുറത്തിട്ട് മസിലൊന്നും മോളെ, ഒരു കാര്യമില്ല. നമുക്ക് അടുത്ത ഗെയിമിൽ ജയിക്കാം. ഇത് മറന്നേക്കും. നമുക്ക് കണ്ടറിയാം. ഇതിന്റെ ഇടയിൽപ്പെട്ടാലേ നേരത്തെ പറഞ്ഞ പാണ്ടിലോറിയുടെ ഇടയിൽപ്പെട്ട് തവളയാണ്. നമുക്ക് മാറിക്കൊടുക്കാം. അപ്പൊ റെഡിയല്ലേ? 5 മിനിറ്റ് സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കേ, മാറിക്കൊടുത്തു. കുട്ടയെ തന്നെ വരിക. എന്താ അങ്ങനെ ചെയ്യല്ലേ? വിജയ് വലിച്ചിട താഴോട്ട്. കുട്ടയിലുള്ള പൂ മാത്രമേ ഉപയോഗിക്കാവൂ. കുട്ടയിലുള്ള പൂ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. താഴെ പൂ എടുക്കരുത്. വലിച്ചിട്ട് ജിഷിനെ ജിഷിനെ നിന്നെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഇത് വടംവലി മാത്രമല്ല, പൂവില്ല കൊച്ചിന്റെ അതെ, പൂവെടുക്കടാ. ഇവരുടെ അത്തപ്പൂക്കളത്തിലുള്ളതിനേക്കാളും പൂ ഇപ്പൊ തറയിലുണ്ട്. ഇടിപ്പിക്കരുതവനെ. ആ ഓഹോ, എന്തൊരു ഓക്കെ, ഇടിപ്പിച്ചോ. അടിപൊളി. പോയി മതിയാ? പൂവെല്ലാം നിലത്താടാ. കൊട്ടക്കകത്ത് പൂവില്ല. ഞാൻ നടക്കുന്നുണ്ട് സാറിന്. വണ്ടി മുന്നോട്ട് You can do it, Jonjata. Come on. വീഴുന്ന മത്സരത്തിൽ ജിഷിൻ 3 പോയിന്റ്. അടിപൊളി. ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അമൃത, ഇത് എന്തോ അമൃത? നിങ്ങൾ പോലെ ഉണ്ടല്ലോ. ആവാഹനമല്ല ഉണ്ടോ? ഈ കുട്ടയിലുള്ള എല്ലാ പൂക്കളും ഉപയോഗിക്കണം. മത്സരിക്കണം അങ്ങോട്ട്. കുരുങ്ങി ഗായ്സ്. ഓക്കെ ആണോ? നീ നമുക്ക് കൗണ്ട് ഡൗൺ കൊടുക്കാം. സമയമായോ? ഓക്കെ, എന്നാ കൗണ്ട് ഡൗൺ. അപ്പോ സ്റ്റാർട്ട്. 10 9 8 7 6 5 4 3 2 1 0. കേട്ടോ. സമയം കഴിഞ്ഞു. നമുക്കപ്പൊ നിസ്സംശയം ഒന്ന് ജഡ്ജ്മെന്റ് ഫസ്റ്റ് കൊടുക്കണ്ടേ? തമിഴ് അങ്ങനെ വിജയും അമൃതയും അടങ്ങുന്ന ടീം ആദ്യത്തെ അത്തപ്പൂക്കള മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. ദേവസേന, ഈ ബന്ധനം ഒന്ന് അഴിച്ചിരുന്നെങ്കിൽ എനിക്ക് മുണ്ട കെട്ടാമായിരുന്നു. ബന്ധനം അഴിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കിഴികളിൽ നിന്നും ഓരോന്ന് തരിക. അതിലൊന്ന് മതിയോ? ഇതിന്റെ ഒന്നിട്ടാ കൈയടിക്കണമെന്നുണ്ട്. പക്ഷെ കൈ പുറകിലാണ്. കൈ അടിക്കാൻ പറ്റില്ല. ശരിയാണല്ലോ. കൈ അടിക്കാൻ പറ്റില്ല. കൈ അടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത ഗെയിം ഈ കൈകളിൽ സുരക്ഷിതം. കുട്ടിക്ക് എന്തെങ്കിലും ഓർമ്മ? ജിഷിന് ഒരു ഓർമ്മയില്ല. ജിഷിന് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷമുള്ള ഒന്നും ഓർമ്മയില്ല. എന്തിനാ നീ കയ്യിൽ തോക്ക് പിടിച്ചേക്കണെന്നാണ് അവൻ ചോദിക്കുന്നത്. അതായത് ഗായ്സ്, കുറച്ച് കുട്ടി, ചെറിയ ഇത് റാണിയമ്മയും കുട്ടികളും. സിമ്പിൾ ആണെങ്കിൽ അതെ, ഇതിങ്ങനെ നമ്മള് താഴെ ഇടും. അമ്മേ. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഇതാണ് റാണി. ഈ വലിയ ഈർക്കില് കണ്ടോ? ഈ റാണീനെ നമ്മൾ രക്ഷിക്കണം. ഇങ്ങനെ ഈ ഈർക്കിൽ ഇങ്ങനെ അനങ്ങാതെ എടുക്കണം. പക്ഷെ അനങ്ങാതെ ഇതെടുത്തു. പിന്നെ അടുത്തത് ഇത് വെച്ചിട്ടാ ഇതിനെങ്ങനെ പൊക്കിയെടുത്തു. അനങ്ങിയില്ല. റാണി അനങ്ങിക്കൂടല്ലേ? റാണീനെ പിന്നെ ഇത് തൊട്ടാ ഇത് തന്നെ എടുക്കാം. അതിന് ഞാനല്ലല്ലോ മത്സരിക്കുന്നത്, ഇവരല്ലേ. ഓക്കെ, എനിക്ക് അനക്കാം. ഒരു ഡൗട്ട്. ഓക്കെ, ജിഷിന്റെ ഡൗട്ടാണ്. അല്ല, ഇത് കളിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് വടം വലിക്കണോ? നിന്റെ ചുണ്ടിന്റെ ഇടയിലിട്ട് പരിപ്പോടെ വെച്ചിരുന്നു തിന്നാം. ഇവനെ അറിയില്ലല്ലോ. അവ ഉള്ളിത്തട്ടി ചോദിച്ചോ? വടം വലിക്കാനുള്ള ആരോഗ്യം ഈ ഓണത്തിന് എനിക്കില്ല. നിങ്ങളുടെ ടീമിന്റെ കുട്ടികൾ ജോൺ ചേട്ടാ ഐശ്വര്യമായിട്ട് പിടിക്കുക. മസിലാണ് ഒടിക്കരുത്.
ദാ ഇത് ഇതിനെങ്കിലും അല്ല ഒരെണ്ണം മതി. ഒരെണ്ണം മതി. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങിയാലോ? അപ്പൊ ഇരിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഇട്ടോളൂ. അഴിക്കുക, ഇടുക, അനങ്ങാതെ എടുക്കുക. എടുത്തോളൂ. എന്താണ് ജോൺ ചേട്ടാ ഇവിടെ നടക്കണേ? പക്ഷെ അതിന്റെ അടിയിലുള്ളത് അനങ്ങരുത്. കൈ വെച്ചിട്ടല്ല. ഇനി അതെടുക്കാൻ വേറെ ആരെങ്കിലും വിളിക്കണോ? ഓക്കെ. ഇത് ആക്ച്വലി റാണിന്റെ അടിയിലൊക്കെ ഉണ്ട്. ഈർക്കിലെടുത്ത് വേടാ, മക്കളെ തല്ലി കളയാനല്ല, മക്കളെ എടുത്ത് ശേഖരിക്കണം. നീ മക്കളെ ശേഖരിച്ചിരിക്കും. തള്ളി കളയണതിനെടുത്ത് കൈ പിടിക്കേ. എടാ, ഇത് കണ്ടവര് കൊണ്ടുപോകും കേട്ടോ. വല്ലുവന്റെ പറമ്പിലൊക്കെ എടുത്ത് എറിയരുത്. ഇവിടെ ജോൺ ചേട്ടാ ഇവിടെ കഴിയാറായി. ജിഷിൻ വളരെ മനോഹരമായി ഇത് ഈ മോളത്തെ ഓ നിർത്തല്ലേ, തടയല്ലേ. രസമുണ്ട്. അത് ഈ പരിപാടിയല്ല, അത് വേറെ പരിപാടി. സമാധാനം. അടി. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ആയില്ലേ? എന്നാ ഇതല്ല ശരിക്കുള്ള ഗെയിം. അല്ല എനിക്ക് കാര്യം പറയണ്ട. എന്റെ ഒരു 3 സാധനങ്ങൾ ഇവിടെ കാണാണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മാവേലിയുടെ സാധനമൊക്കെ ഓക്കെ. ഈ ബെല്ലി ബട്ടനൊക്കെ കുത്തിയ മാവേലിയെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ദേവി ഉണ്ടെന്നാ സംഭവം ബട്ടൺസ് ഇട്ടിരുന്നതാ, ഷർട്ട് മാത്രം ഊരി കളഞ്ഞു. അതിനൊത്ത ഒരു ബെല്ലിയും. ഓ അടിപൊളി. മാവേലിയുടെ കാണാതെ പോയ സാധനങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നായിരിക്കും. മാവേലി വെയിറ്റ് ചെയ്യൂ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ഗെയിം. അങ്ങനെ ഗെയിമിന്റെ സെറ്റപ്പ് വന്നിട്ടുണ്ടാ. വാ, അടിപൊളിയല്ലേ? കൊടൊക്കെ നിരത്തി വെച്ച്. ഇതെനിക്ക് മനസ്സിലായി. എന്താ നീ പറ. കണ്ണടച്ചിട്ട് പൊട്ടിക്കണം. ഒറ്റയടിക്ക് എല്ലാം പൊട്ടിക്കണം. ഓ എന്റെ അമ്മ മിടിക്കും. എന്റെ മുഖത്തേക്ക് പറ. സത്യമായിട്ട് നമ്മൾ ഇനിയും കാണാനുള്ള ആൾക്കാരാ. നിന്റെ പക്ഷെ അത് നല്ല ഗെയിം ആണ് അവള് പറഞ്ഞത്. ഒറ്റയടിക്ക് എല്ലാ കുടവും പൊട്ടണം. ഹലോ, എക്സ്ക്യൂസ് മീ, ഇത് വാടകയ്ക്ക് എടുത്താണ്, ഓർമ്മ വേണം. ഇത് എന്റെ സാർ പറയും. അതായത് 2 വടിയുണ്ടല്ലോ. നമ്മൾ ഒരു വടി വെച്ച് സപ്പോർട്ട് ചെയ്യണം, മറ്റേ വടി വെച്ച് ഇതിനെ പതുക്കെ തള്ളി അത് കോർത്തെടുത്ത് താഴെ കൊണ്ടുവയ്ക്കണം. പിന്നെ ഒരു സാധ്യതയും കൂടി. ഒരെണ്ണത്തിൽ സപ്പോർട്ട് ചെയ്യണം, മറ്റേത് വെച്ച് അടിക്കണം. പക്ഷെ താഴെ വീട്ടിൽ ചെറിയൊരു ഓട്ട മാത്രം ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് സീസൺ 2 അടിക്കാം. ഞാനൊന്ന് പറയട്ടെ. ചേച്ചി പറയണം. ചേച്ചിയോ? ഗെയിം തീർന്നു. മാത്രം ചേച്ചിയായിട്ട് ഓക്കെ, ഞാൻ ഏട്ടത്തി പറയൂ. അല്ല, അവന്റെ ഓരോ കലവും അനങ്ങാണ്ട് എടുത്തു മാറ്റിയിട്ട്, അതായത് ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് മാറ്റി വന്ന് ലാസ്റ്റ് ആ കലം താഴേക്ക് വായന അടിച്ച് പൊട്ടിക്കണം. അതായത് ഈ താഴത്തെ കുടം മാറ്റണം, ബാക്കിയൊക്കെ അനങ്ങാതെ. ഇയാളുടെ പേര് മിന്നൽ മുരളി എന്നാണോ? ഇതുവരെ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇനി ഇതിലും മേൽക്ക് ഏതെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? റൂബിക്ക് എന്താ പറയാ? എല്ലാവരും അറ്റൻഷൻ. സത്യം നിനക്ക് പറ്റിയ പരിപാടി ഇതാണ്. ഡാൻസ് കളിച്ചിട്ട് നമ്മൾ നിന്നെ പണ്ട് തമിഴ്നാട്ടിലെ കഥകളൊന്നും ഇവിടെ പറയാൻ. വില്ലന് വട്ടായപ്പോ നായികയുടെ ചിരി വന്നു. ജോൺ ചേട്ടാ, റൂബിക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് തല്ലിപ്പൊട്ടിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് ഇല്ലത്തരം മാത്രമേ സുഭാഷ് ഒന്ന് ചോദിക്കണ്ടായിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു. ജോൺ ചേട്ടാ മസിലിന്റെ ഇടയിൽ വെച്ച്. എന്നാ ഇത് ഒന്നല്ല, നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യം, ഇവിടെ 2 വടി കിടക്കുന്നില്ലേ? വിജയ് ശ്രദ്ധിച്ചായിരുന്നു. വിജയ് ശ്രദ്ധിക്കും. സ്മാർട്ട് ബോയ് ഫ്രം അടിച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞത് പറയാൻ അപ്പൊ അതായത് സിമ്പിൾ പരിപാടിയാണ്. ഈ കുടം കണ്ടല്ലോ നിങ്ങള്, 2 വടി ഉണ്ടല്ലോ. നമ്മുടെ മാവേലിയുടെ കാണാതെ പോയ സാധനങ്ങൾ ഈ ഏറ്റവും അടിയിലത്തെ കുടത്തിൽ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോറി മാവേലി, ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി എടുത്താണ്. ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 വടി ഓരോ ടീമായിട്ടല്ലേ നിങ്ങൾ ഓരോരുത്തരും വടി എടുക്കുക. ഓരോ കുടം ബാലൻസ് ചെയ്ത് താഴത്തെ അനങ്ങാതെ, നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ, അനങ്ങാതെ ഈ 2 വടി വെച്ച് ഓരോരുത്തരോ? ഒരു വടി വിജയ്, ഒരു വടി അമൃത. അതെ, മനസ്സിലായി? അങ്ങനെ ബാലൻസ് ചെയ്ത് ഇതിനെ താഴേക്ക് എടുത്ത് മാറ്റി വെച്ച് അങ്ങനെ ലാസ്റ്റത്തെ കുടത്തിനകത്തു നിന്നുള്ള ആ രഹസ്യമായ സാധനം കയ്യിലേക്ക് എടുക്കുന്ന ആള് വിജയ്. രഹസ്യമായ സാധനം പരസ്യമാക്കുക. മത്സരം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൂടെ പറയാം. അതായത് ഈ കുടം നമ്മൾ എടുത്തു വെക്കുമല്ലോ. അപ്പൊ